ഏറ്റവും ബഹുമാനായ അധ്യക്ഷൻ ഉള്ളക്കാട് ഇവിടെ ഈ ചടങ്ങിന് ആശംസകൾ നൽകുന്ന സഹോദരൻ നാട്ടുകാരനും ജില്ലാ പഞ്ചായത്തുമായ വിശ്വാസികളുണ്ടാക്കിയിട്ട് മറ്റൊരു വിശ്വാസികൾ നാട്ടുകാരനുമായ ശ്രീ സുരേഷ് സെക്രട്ടറി ലിയാഖത്ത് മറ്റ് ഉൾപ്പെടെയുള്ള ഏറ്റവും ബഹുമാനായ ജമാഅത്തിന്റെ ഭാഗമായിട്ട് ഇതൊരു വളരെ ഹ്രസ്വമായ ചടങ്ങ് കോവിഡ് പ്രോട്ടോക്കോൾ മാനിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ലളിതമായ ചടങ്ങാണ്. അതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഉൾവക്കാട് മുസ്ലിം ജമാഅത്ത് തുടങ്ങി വെച്ച ഈ മഹത്തായ ദൗത്യം അള്ളാഹു വിജയിപ്പിച്ച് തീരുമാനമാവട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഞാൻ സന്ദർഭത്തിൽ നടത്തുന്നത്. ഇതിൻ്റെ പ്രാധാന്യമൊന്നും ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കോവിഡ് എന്ന ഈ മഹാമാരി നമുക്കിതെല്ലാം പഠിപ്പിച്ചു തന്നിരിക്കും. പിന്നെ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ ഇക്കാര്യത്തിൽ വലിയ മടിയന്മാരാണ്. അതെല്ലാം പറയുന്ന വസ്തുത. അതുകൊണ്ട് പക്ഷെ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് മറ്റൊന്നും ചെയ്യാനില്ലാത്ത സന്ദർഭത്തിൽ നമുക്കറിയാം വീടുകളിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചെറുപ്പക്കാരുടെ പണി കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും കേക്ക് നിർമ്മാണക്കാരുണ്ട്. ആ രീതിയിലാണ് എല്ലാവരും കേക്ക് ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ട് കൈമാറി. മറിച്ച് ഈ മണ്ണിലേക്ക് ഇറങ്ങാൻ ഇപ്പോഴും ഈ അരമണി കൊണ്ട് നമ്മൾ നിൽക്കുന്ന ഒരു കാലമാണ് ഈ കാലം. അപ്പോൾ തീർച്ചയായും സർക്കാർ ഹരിത കേരള മിഷൻ എന്നൊരു മിഷൻ പ്രഖ്യാപിച്ചു. അതിൽ ആകെ ഉള്ളത് തന്നെ ഉത്പാദന മേഖലയിൽ ഏതെല്ലാം നിലയിൽ നമുക്ക് ഇടപെടാൻ പറ്റുമോ അതിനുവേണ്ടി എന്ത് സഹായം സർക്കാർ പ്രഖ്യാപിച്ചു. ആ സർക്കാർ നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഒരുപാട് പദ്ധതികൾ അറിയുന്നതാണ്. കൃഷി ഓഫീസർ ഒരുപാട് ഈ അടുക്കളത്തോട്ടവുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധിയാകുന്ന ഫുൾ സബ്സിഡി കൊടുത്ത് ആനുകൂല്യങ്ങൾ. പക്ഷേ ഇതൊന്നും വാങ്ങാനും കൃത്യമായി പ്രയോജനപ്പെടുത്താനും നമുക്കാർക്കും വലിയ താല്പര്യം കാണിക്കാത്ത ഒരു സാഹചര്യം. തീർച്ചയായും ജമാഅത്ത് കമ്മിറ്റി തന്നെ മുൻകൈ എടുത്ത് ഇതിൻ്റെ ഒരു മെസ്സേജ് കൊടുത്താൽ ഈ ജമാഅത്തിൻ്റെ എല്ലാം നല്ല സഹായം പിന്തുണ ഇതിനകത്തുണ്ട്. വലിയൊരു മാറ്റം നമുക്കിവിടെ ഉണ്ടാകാൻ ഒരു സംശയമില്ല. നമ്മൾ മനസ്സ് വെച്ചാൽ ഒന്ന് ചിന്തിക്കേണ്ടത് ഈ കഴിക്കുന്നതെല്ലാം വിഷമുള്ള സാധനമാണെന്ന് തിരിച്ചറിയുകയും അതോടൊപ്പം ഇതൊന്നും വിഷമില്ലാത്തൊരു സാധനം നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചെടുത്തിട്ട് കഴിക്കാൻ കഴിയുന്നത്. മഞ്ഞൾ ഇഞ്ചിയൊക്കെ കഴിയുമോ? മഞ്ഞൾ കൊടുത്ത് ചിന്തി കൊടുക്കാൻ കഴിയുമ്പോൾ ഓരോരോ നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് വെള്ളവക്കാട് നമുക്ക് ഈ മണ്ണിനെ കുറിച്ച് അറിയാം. ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ചോദമാണ് കിനാത്തിരി മണ്ണെന്ന് പറയും. ഫലഭൂയിഷ്ടമായ മണ്ണാണ്. എന്നിട്ടാലും പിന്നെ നമ്മളെ മട്ട പോലത്തെ അല്ലല്ലോ കാൽ പിന്നെ അങ്ങനെ മണ്ണ് ഇളകാത്ത കാലത്തോളം രീതി തരാൻ പോകില്ല. പക്ഷേ ഈ വെള്ളവക്കാട്ടൻ മണ്ണ് വെച്ച് ഉൾപ്പെടെ ആ ഒരു ചുവന്ന മണ്ണ് ശരിക്കും ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണാണ്. അപ്പോൾ ആ നിലയിൽ ഈ അടുക്കളത്തോട്ടം പദ്ധതി ഗംഭീരമാവട്ടെ. എനിക്ക് തോന്നുന്നത് നല്ലൊരു സമ്മാനം പ്രഖ്യാപിക്കണം. പറ്റുമെങ്കിൽ പെണ്ണുങ്ങൾ കയ്യിലെടുക്കാൻ വേണ്ടി സ്വർണ്ണം നാണയായിട്ട് ഉൾപ്പെട്ടു. ഇന്നലെ കൊടുക്കുന്ന അത് എന്തെങ്കിലും പറയുമ്പോൾ സ്വർണ്ണമാണ്. ആ ഒരു ആവേശം കൊണ്ട് 10,000 കഴിയില്ല. അതോ ആ നിലയിൽ ഒരു സമ്മാനം ഈ കമ്മിറ്റി കൊണ്ട് പ്രഖ്യാപിച്ചിട്ട് ഏറ്റവും മാതൃകാപരമായ അടുക്കളത്തോട്ടം പരിപാലിക്കുന്ന ഒരു കുടുംബത്തിൽ എന്ന രീതിയിൽ പ്രഖ്യാപനം നടത്തി പടച്ചോടെ സാധ്യതയോടുകൂടി നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ ഇത് ഗംഭീര വിജയമാക്കാൻ പറ്റും. നല്ല കൃഷി ഓഫീസർ പിന്നെ നാട്ടുകാരനായ സുരേഷ് ഒരുപാട് അനുഭവസമ്പത്തുള്ള അപ്പുറം കൊണ്ടുണ്ട്. അവരെല്ലാം ഉപയോഗപ്പെടുത്തുക പരമാവധി. പ്രത്യേകിച്ച് സ്ത്രീകളെ കൂട്ടി ചേർത്തുകൊണ്ട് അവരെ പ്രത്യേകിച്ച് അവയർനെസ് ക്ലാസ് നടത്താം. പല സമയത്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു കൊടുക്കുന്നവരത്തേക്ക് നോക്കാം. പ്രശ്നമൊന്നുമില്ല. 20 ആൾ 30 ആളൊന്നും നമുക്ക് ചെയ്യുന്നത് കൃത്യമായി ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് നല്ല ക്ലാസ് കൊടുത്ത് സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ പറ്റും. കുറേ പണത്തിൻ്റെ പ്രയോഗങ്ങളിൽ നമുക്ക് എത്ര പറഞ്ഞ സംശയമുണ്ടോ ആ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് മാതൃകാപരമായ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നത് ഹരിത മഹലായി ഈ ഉൾവക്കാട് മഹൽ മാറട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് മുൻകൈ എടുത്ത UAE ഉൾവക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും അതിൽ നേതൃപരമായ പങ്കുവഹിക്കുന്ന ഉൾവക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും അതിൻ്റെ മനസ്സോടുകൂടി ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിന് ഉദ്ഘാടനം നിർവഹിച്ചതായിരിക്കും. നന്ദി, നമസ്കാരം.